കല്ലിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ അത് പുഴയായി നിലനിൽക്കും. മഴവെള്ളമാണെങ്കിലോ വർഷകാലം കഴിഞ്ഞാൽ വെള്ളം വറ്റും. അപ്പൊ കല്ലിൽ നിന്ന് തന്നെയാണ് വെള്ളം വരേണ്ടത്. ഈ വരവാണ് ആർക്ക് വന്നത്? മൂസാ നബിക്ക്. ഹബീബ നബിക്ക് വെള്ളം വന്നത് എവിടുന്ന? കയ്യിന്ന് ഒരിക്കലും വെള്ളം വരില്ല. ആയിരക്കണക്കായ ആളുകൾക്കാണ് ഒതു കൊടുക്കാനും കുളിക്കാനും ഒട്ടകത്തിനെ കഴുകാനും ഒട്ടകത്തിന് ആവശ്യമായ വെള്ളം തോൽപാത്രത്തിൽ നിറക്കാനും ഇനി ഒരു മരിപ്പച്ചയിൽ എത്തുന്നവരെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകാതിരിക്കാനും ഇങ്ങനെ വെള്ളം കൊടുത്തത്. പിന്നെ മദീന പറഞ്ഞു, അപ്പൊ നിർത്തി. ഇത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒന്നും രണ്ടും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അൽക്കമി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിനേക്കാൾ ഉന്നതമായൊരു വസ്തുവായി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ സിദ്ധിക്കാണ് അൽക്കമി എന്ന് പറയുന്നത്. ഏതൊന്നിനെയും അതിനേക്കാൾ ഔന്നത്യമുള്ള മറ്റൊന്നായി ഉയർത്താനുള്ള സിദ്ധി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ പരിഗണിക്കുക എന്നതാണ്. നബി ഒന്ന് പരിഗണിച്ചാൽ എന്തും അപ്ഗ്രേഡ് ചെയ്യപ്പെടും. നബി പരിഗണിച്ചാൽ ഫാസിഖ് സ്വാലിഹാവും, നബി പരിഗണിച്ചാൽ സ്വാലിഹ് വലിയാവും, നബി പരിഗണിച്ചാൽ വലിയ ഖുത്ബാവും. എന്തോ നബി ഒന്ന് പരിഗണിച്ചാൽ ഫഖീർ ഗനിയാവും, നബി ഒന്ന് പരിഗണിച്ചാൽ റഈഫ് ഖവിയാവും, നബി ഒന്ന് പരിഗണിച്ചാൽ ബഈദ് ഖരീബാവും. എന്തോ അപ്പൊ നബി പരിഗണിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാളെ പരിഗണിക്കുക എന്നതാണ് എല്ലാ വിജയത്തിന്റെയും ആധാരം. അതാണ് ഐനുക്കീമിയ. വഖദ് സ്വാറ അദ്ബൻ, ശുദ്ധവെള്ളമായില്ലയോ, ആയല്ലോ. മാഉ മിൽഹിൻ, ഉപ്പുവെള്ളം. തഅവ്വദ, പിന്നെ അതങ്ങനെ നിലകൊള്ളുകയും ചെയ്തു. ഒരു നാട്ടിലെ അങ്ങനത്തെ സംഭവങ്ങൾ ധാരാളമാണ്. ചെളിവെള്ളം ശുദ്ധവെള്ളമായി, ഉപ്പുവെള്ളം ശുദ്ധവെള്ളമായി, വെള്ളമില്ലാത്തടത്ത് വെള്ളം ഉണ്ടായി, കിണർ ഉപയോഗിക്കാൻ പറ്റാത്തടത്ത് കിണർ എക്കാലത്തും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലായി. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ നബിയെ സമീപിക്കുകയും അതിന് പരിഹാരമുണ്ടാവുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ അനവധിയാണ്. എത്രയോ സംഭവങ്ങളാണ്, എത്രയോ സംഭവങ്ങൾ കാണാം, കുറച്ചൊന്നുമല്ല. അപ്പൊ വഖദ് സ്വാറ അദ്ബൻ, ശുദ്ധവെള്ളം ആയല്ലോ. മാഉ മിൽഹിൻ, ഉപ്പുവെള്ളം. തഅവ്വദ, പിന്നത് ശുദ്ധവെള്ളമായി നിലകൊള്ളുകയും ചെയ്തു. അങ്ങനത്തെ സംഭവങ്ങൾ സാധാരണ എത്രയോ ഉണ്ട്, തീർച്ചയായും ഉണ്ട്, എത്രയോ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ച കാരണത്താൽ നബി ഒന്ന് പരിഗണിച്ചു. വെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ ഉള്ള മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എത്രയോ മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെള്ളത്തിന്റെ കാര്യത്തിലുള്ളൊക്കെയുള്ള മുഅ്ജിസത്തുകൾ നമുക്ക് പറഞ്ഞാലും തീരാത്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. قال البلقيني في التدريب قال أبو العباس القرطبي قصة نبع الماء من بين أصابعه تكررت منه في عدة مواطن في مشاهد عظيمة ووردت عنه من طرق كثيرة يفيد عمومها العلم القطعي المستفاد من التواتر المعنوي ولم يسمع بمثل هذه المعجزة العظيمة من غير نبينا صلى الله عليه وسلم حيث نبع الماء من بين അളമിഹി വഅസ്ബിഹി വലഹ്മിഹി വദമിഹി. കൈ നീട്ടിയിട്ട് വെള്ളം ഉണ്ടാക്കിയ സംഭവം എത്രയോ കണക്കില്ല. മരുഭൂമിയല്ലേ, യാത്രക്കാരായി ഉണ്ടാവും, വെള്ളം കിട്ടൂല. പിന്നെ അവിടെ അവലംബം എന്താ? കൈ നീട്ടി കൊടുക്കും. അപ്പം നമ്മൾക്ക് അവിടെ ശക്ക് തോന്നും. എന്തുകൊണ്ടെന്നറിയാം? ചില സ്ഥലത്ത് 300 ആളുണ്ട് എന്നുണ്ട്,
ചില സ്ഥലത്ത് ചില റിവായത്തിൽ 100 ആളുണ്ട് എന്നുണ്ട്, ചില സ്ഥലത്ത് 1500 ആളെ കാണുന്നുണ്ട്. ഇനിയും സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾ വിചാരിക്കും എന്താ ഇങ്ങനെ? കൈവെള്ളയിൽ നിന്ന് വെള്ളം വന്ന സംഭവത്തിൽ എന്താ ഇപ്പം ഇങ്ങനെ സംഭവിച്ച്? ഒരു റിവായത്തിൽ ഞാൻ കണ്ടത് 100 നാണല്ലോ, ഇപ്പതാ 300, ഇപ്പതാ 1500, ഇപ്പതാ 400. എന്താ ഇവിടെ പറ്റിയേ? എന്തു പറ്റിയല്ല, അതൊരു സംഭവമല്ല. 100 ആൾക്ക് വേണ്ടി വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, 400 ആൾക്ക് വേണ്ടിയും വെള്ളം കൊടുത്തിട്ടുണ്ട്, 300 ആൾക്ക് വേണ്ടിയും വെള്ളം കൊടുത്തിട്ടുണ്ട്, ചില്ലറ ആളുകൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്, 1500 ആളുകൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഉണ്ടാവും. അവിടെ വെള്ളമില്ല. യാത്രക്കിടയിൽ ഒരു ചെറിയ വെള്ളത്തിൻ്റെ നീരുറവ, ആ നീരുറവയിൽ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ മരുഭൂമിയിൽ ചെറിയൊരു നീര് ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെറിയ കുഴി, ഒരാൾക്കൊരു കൈപ്പാത്രം കൊണ്ട് ചെറുതായി ഇങ്ങനെ മുക്കിയെടുക്കാം. അങ്ങനത്തെ വെള്ളത്തിൽ നിന്ന് ആയിരക്കണക്കായ ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട്. അതായത് നബിൻ്റെ ഇറങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? മുക്കി കൊടുക്കും. അല്ലെങ്കിൽ ഒരാളോട് പറയും മുക്കിക്കൂടും. ഒരു കൈപ്പാത്രത്തിലെ വെള്ളത്തിനെ ആ കുഴിയിൽ വെള്ളമുള്ളൂ, പക്ഷെ ആയിരക്കണക്കായ ആളുകൾ അവിടെ വെള്ളം ഉപയോഗിച്ചു. അതിൻ്റെ ബിബർക്കത്ത് റസൂലില്ലാഹി ഹബീബാനബിയുടെ ബർക്കത്തുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ഇല്ലാത്തടത്ത് കൈനീട്ടി വെള്ളം കൊടുത്തിട്ടുണ്ട്. സുബഹിയുടെ നേരത്ത് 1500 ആളുകൾക്ക് കയ്യിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് സുബഹി കള്ളയാകാതെ സുബഹി നിസ്കരിക്കും വേണം. മനസ്സിലായില്ല? സുബഹിന്റെ നേരത്തെ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എല്ലാവർക്കും ജമാഅത്തിൽ പങ്കെടുത്ത് എല്ലാവർക്കും സുബഹി നിസ്കരിക്കും, കള്ളയാകാതെ നിസ്കരിക്കണമെങ്കിൽ അവരവരെ തോൽപാത്രത്തിൽ വെള്ളം വേണം. അവിടെയാണ് എന്ത് ചെയ്യുക? ആരുടെ കയ്യിൽ വെള്ളമില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് വെള്ളം, എന്നിട്ട് 1500 ആളുകൾ ഒന്നു കൊടുത്തിട്ട് ആ സുബഹി കളയാക്കാതെ നിസ്കരിക്കുക. അപ്പൊ ആ കയ്യിൽ നിന്ന് എത്ര വെള്ളം വരും? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. കൈ ഇങ്ങനെ വെച്ച് കൊടുക്കും വലിയ തോൽപാത്രത്തിലേക്ക്, വെള്ളം ഇങ്ങനെ മുക്കും. എല്ലാവരും വുളു കൊടുക്കും. അപ്പൊ ആ പാത്രത്തിലേക്ക് എത്ര വെള്ളം വരണം? എത്ര ആൾക്ക് വെള്ളം വേണം അവിടെ സുബഹി നിസ്കരിക്കാൻ? 1500 ആളുകൾക്ക്. ചില ആളുകൾക്ക് യാത്രയിലെ ക്ഷീണം കാരണം, മരുഭൂമിയിലെ ചൂട് കാരണം, ക്ഷീണം കാരണം സ്വപ്നസ്കലനം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് കുളിക്കണം. ഇനി അവർക്ക് അടുത്ത ഒരു മരിപ്പച്ചയിൽ എത്തുന്നത് വരെ ആവശ്യമായ വെള്ളം തോൽപാത്രത്തിൽ നടക്കണം. ഒട്ടകത്തിന് വെള്ളം കൊടുക്കണം. ഒരു തുള്ളി വെള്ളം മേലെ കൂടി ഒഴിച്ചില്ലെങ്കിൽ ഒട്ടകത്തിന് ഉന്മേഷം കിട്ടൂല. ഒട്ടകത്തിന് വെള്ളം കൊണ്ട് ഒന്നിങ്ങനെ നനച്ച് തോർത്തെങ്കിലും വേണം. ഇതിനൊക്കെ വെള്ളം കിട്ടണം. എല്ലാം കഴിഞ്ഞിട്ടും ഞങ്ങൾ പറഞ്ഞു നബി ഇനി മതി. അപ്പോഴാണ് കൈ വലിച്ചത്. അപ്പൊ വെള്ളത്തിലുണ്ടാവും. പുണ്യ റസൂൽ മുസ്തഫ. അത് എത്ര സംഭവമാണ്. നബിയിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഫി ഇദ്ദത്തി മവാത്തിന, ധാരാളം സ്ഥലങ്ങളിൽ. ഫി മശാഹിദ അദീമ, വലിയ വലിയ ആളുകൾ, വലിയ സംഭവങ്ങളായിട്ട് എത്ര ആളുകൾ അത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഹബീബ നബി എന്ന് വന്നിട്ടുണ്ട്. മിൻ തുറുക്കിൻ കസീറ, പല വഴിയിലൂടെയും. മനസ്സിലായില്ലേ? ഞാൻ കിതാബ് നോക്കിക്കാണ്, വേറെ കിതാബ് നോക്കിക്കാണ്. അതായത് എത്രയോ സ്വഹാബികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഗണ്ഡിരം എന്ന് പറഞ്ഞ ഗണ്ഡിരം, ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊരു സഹാബി, ഞാൻ കണ്ടിട്ട് വേറെ സഹാബി, ഞാൻ കണ്ടിട്ട് വേറെ സഹാബി, അങ്ങനെ ആയിരക്കണക്കായ സഹാബികൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ബിമിസ്ലി ഹാദിഹിൽ മുഅ്ജിസത്തിൽ അളീമ വലം യുസ്മഅ മിൻ ബിമിസ്ലി ഹാദിഹിൽ മുഅ്ജിസത്തിൽ അളീമ, ഇത്തരം മുഅ്ജിസത്ത് കേൾക്കപ്പെട്ടിട്ടില്ല മിൻ ഗൈരി നബിയിന മുഹമ്മദിൻ, നമ്മളെ നബീനല്ലാതെ. മൂസാ നബിന്ന് മുഅ്ജിസത്തുണ്ടായി വെള്ളം, പക്ഷെ ഇത് കല്ലിൽ നിന്നാണ്. കല്ലിൽ നിന്ന് തന്നെയാണ് വെള്ളം ഉണ്ടാണ്ട്. അടിസ്ഥാനപരമായി ഏത് പുഴയും കല്ലിൽ നിന്ന് ഉത്ഭവിക്കണമാണ്.
കല്ലിൽ നിന്ന് ഉറവ നിലനിൽക്കുമ്പോൾ ആ പുഴ നിലനിൽക്കും. മഴവെള്ളമാണെങ്കിൽ പുഴ നിലക്കൂല. മലമുകളെ കൽക്കൂട്ടത്തിൽ നിന്ന് കല്ലിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളം അങ്ങനെ നിലനിൽക്കും. മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ടൊക്കെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം, കല്ലിൽ നിന്ന് വരുന്ന വെള്ളം, ശരിക്കാട്ടോ, കല്ലിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ അത് പുഴയായി നിലനിൽക്കും. മഴവെള്ളമാണെങ്കിലോ വർഷകാലം കഴിഞ്ഞാൽ വെള്ളം വറ്റും. അപ്പൊ കല്ലിൽ നിന്ന് തന്നെയാണ് വെള്ളം വരേണ്ടത്. ഈ വരവാണ് ആർക്ക് വന്നത്? മൂസാ നബിക്ക്. ഹബീബ നബിക്ക് വെള്ളം വന്നത് എവിടുന്നാ? കയ്യിന്ന് ഒരിക്കലും വെള്ളം വരില്ല. ആയിരക്കണക്കായ ആളുകൾക്കാണ് ഉദു കൊടുക്കാനും കുളിക്കാനും ഒട്ടകത്തിനെ കഴുകാനും ഒട്ടകത്തിന് ആവശ്യമായ വെള്ളം തോൽപാത്രത്തിൽ നിറക്കാനും ഇനി ഒരു മരിപ്പച്ചയിൽ എത്തുന്നവരെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകാതിരിക്കാനും ഇങ്ങനെ വെള്ളം കൊടുത്ത്. പിന്നെ മതി എന്ന് പറഞ്ഞു, അപ്പൊ നിർത്തി. ഇത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, ഒന്നും രണ്ടും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. 100 ആളുള്ളോടത്തുണ്ട്, 300 ആളുള്ളോടത്തുണ്ട്, 400 ആളുള്ളോടത്തുണ്ട്, 1500 ആളുള്ളോടത്തുണ്ട്. ഒലം യുസ്മായി കേൾക്കപ്പെട്ടിട്ടില്ല ബിമിസ്ലി ആദിയിൽ മൊയ്സത്തിൽ അലീമ, ഈ മഹത്തായ മൊയ്സത്ത് കേൾക്കപ്പെട്ടിട്ടില്ല. മിൻ ഗൈരി നബിയിന മുഹമ്മദിൻ, നമ്മളെ നബി എന്നല്ലാതെ ഇത് കേൾക്കപ്പെട്ടിട്ടില്ല എന്ന്. ഹൈസു നബഅൽ മാഉ, വെള്ളം ഒലിച്ചില്ലേ, മിൻബൈനി അൽമിഹി വ അസ്ബിഹി വ ലഹ്മിഹി വ ദമിഹി, ഹബീബ നബിയുടെ കയ്യിന്റെ ഞരമ്പിന്റെയും രക്തത്തിന്റെയും എല്ലിന്റെയും ഇറച്ചിയുടെയും എടീന്നല്ലേ വെള്ളൊലിച്ച്? അവിടുത്തെ ഞരമ്പിന്റെയും എല്ലിന്റെയും രക്തത്തിന്റെയും മാംസത്തിന്റെയും ഇടയിൽനിന്നാണ് വെള്ളം കൊണ്ട് ഒലിച്ച്. അത് വെള്ളം ഒലിക്കണ സ്ഥലമല്ല. ونقل ابن عبد البدي عن المزني أنه قال نبع الماء من بين أصابع النبي المصطفى أبلغ في المعزة من نبع الماء من الحجر الذي ضربه موسى. മൂസാ നബി കല്ലിൽ അടിച്ച് വെള്ളം ഉണ്ടാക്കി. അതിനേക്കാൾ അത്ഭുതമാണ് നമ്മുടെ നബിയുടെ മുഅ്ജിസത്ത്. ضربه موسى بالعصا فتفجرت منه المياه لأن خروج الماء من الحجارة معهود بخلاف في خروجه بين اللحم والدم. കല്ലിന്ന് വെള്ളം ഉറവ പൊട്ടുന്നത് സർവ്വസാധാരണയാണ്. മൂസാ നബി അടിച്ചപ്പോൾ വെള്ളം പൊട്ടിയത് എവിടുന്ന? കല്ലിൽ നിന്ന് വെള്ളം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. ഏത് മലമുകളിലും കല്ലിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ കിഴിഞ്ഞു വരിക. താമരശ്ശേരി ചുരത്തിൻ്റെ മേലെ ഭാഗത്തുള്ള കല്ലിൻ്റെ അടിഭാഗത്ത് വെള്ളം ഇങ്ങനെ കിഴിഞ്ഞു വരും ഏത് വേനൽക്കാലത്തും. കണ്ടിട്ടില്ലേ? അവിടെ എപ്പോഴും വെള്ളമുണ്ടോ? നനവ്. പറഞ്ഞാൽ മനസ്സിലായില്ല. കണ്ടില്ലേ കിതാബ് കണ്ടില്ലേ? 11ാമത്തെ പേജിൻ്റെ 11ാമത്തെ പേജിൽ 1ാമത്തെ വരിയ വ്യാഖ്യാനിക്കണേ. وإن اعتناء المصطفى عين كيمياء فقد صار عذبا ماء ملح تعودا. ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ പണ്ട് വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി അന്ന് പറയാം. വഖദ് സ്വാറ അദ്ബൻ, ശുദ്ധവെള്ളമായില്ലേ, മാഉ മിൽഹിൻ, ഉപ്പുവെള്ളം, തഅവദ, പിന്നെ അത് ശുദ്ധവെള്ളമായി നിലനിന്നു. അത് പറയുമ്പോൾ പറയാണ് എന്ത്? വെള്ളവുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അനവധി. പലതും അത്ഭുത. മൂസാ നബി കല്ലിൽ അടിച്ചു, വെള്ളം ഉണ്ടായി. റസൂലുള്ളാഹി കല്ലിലൊന്നും അടിക്കണില്ല. അതുപോലത്തെ അതിനേക്കാളും കല്ലിവിടെ മരുഭൂമിയിലുണ്ട്, അടിച്ചിട്ടില്ല. കൈയാണ് നീട്ടി വെള്ളം വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൂസാ നബിക്ക് ഉണ്ടായിട്ടില്ല. മൂസാ നബിയുടെ മുഅ്ജിസത്ത് കല്ലിന്ന് വെള്ളം വരേണ്ടതാണ്. കല്ല് വെള്ളം വരേണ്ട സ്ഥലം തന്നെയാണ്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് അങ്ങനെയല്ല.
നബുൽ മാഇ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുസ്തഫ അബ്ലഗു, നമ്മുടെ നബിയുടെ വെള്ളം കയ്യിൽ നിന്ന് വെള്ളം വന്നു, വിരലിൽ നിന്ന് വെള്ളം വന്നു എന്നാണ് അത്ഭുതം. ഏറ്റവും അത്ഭുതമായത് ഫിൽ മുഅ്ജിസത്തിന്റെ കാര്യത്തിൽ മിൻ നബിൽ മാഇ മിനൽ ഹജരി, കല്ലിന് വെള്ളം വന്നതിനേക്കാൾ ഹൈസുൽ റബ്ബഹു മൂസ ബിൻ ആസ, മൂസാ നബി വടികൊണ്ട് അടിച്ച കല്ല് അതിനേക്കാൾ വലുതാണ് നമ്മുടെ നബിയുടേത്. ഫതഫജ്ജറത് മിൻഹുൽ മിയാഹു, എന്നിട്ട് മൂസാ നബിയുടെ കല്ലിന് വെള്ളം വന്നു എന്നുള്ളത് അതിനേക്കാൾ അത്ഭുതം നമ്മുടെ നബിയുടേത്. എന്തുകൊണ്ട്? ലിഅന്ന ഖുറൂജൽ മാഇ മിനൽ ഹിജാറ, കല്ലിൽ നിന്ന് വെള്ളം വരിക എന്നത് മഅഹൂദുൻ, അറിയപ്പെട്ട കാര്യമാണ്. ബിഖിലാഫി ഖുറൂജിഹി മിൻ ബൈനിൽ ലഹ്മി വദ്ദമി, റസൂലുള്ളാഹിയുടെ കയ്യിലെ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും, മനസ്സിലായില്ലേ, അതിൻ്റെ ഞരമ്പിൻ്റെ ഇടയിൽ കൂടെ കൈവരും. ഈ ലോകത്തൊരാൾക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. രക്തത്തിൽ നിന്നും രക്തത്തിൻ്റെയും ഞരമ്പിൻ്റെയും എല്ലിൻ്റെയും മാംസത്തിൻ്റെയും ഇതാണല്ലത്. ഇതിലെന്തൊക്കെയുള്ളത്? രക്തമുണ്ട്, ഞരമ്പുണ്ട്, എല്ലുണ്ട്, മാംസമുണ്ട്. അതിനാണ് എന്ത് വരുന്നത്? വെള്ളം വരുന്നത്. എത്ര ലൗ കുന്നാ മിഅത്ത അൽഫിൻ, ഞങ്ങൾ 1,00,000 ആളുകളുണ്ടെങ്കിലും ലക്കഫാൻ, ഞങ്ങൾക്ക് മതി, അതിന് മാത്രം വെള്ളം വന്നത്. സുബ്ഹാനല്ലാഹ്, ഇവിടെ പഠിക്കേണ്ടത്, ഇവിടെയാണ് പഠിക്കേണ്ടത് എന്ന്. യാ അല്ലാഹ്. ഖാല അൻ അനസ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി ബിസൗറാഇ, റസൂലുള്ളാഹി സൗറാഇ എന്ന സ്ഥലത്താണ്. വഹാനത്ത് സ്വലാത്തുൽ അസ്രി, അസ്ർ നിസ്കാരത്തിന് നേരായി. വൽതമസന്നാസു അൽ വളുഅ, റസൂലുള്ളാഹി ജനങ്ങൾ വുദൂന്റെ വെള്ളം ഇടുന്ന കിട്ടാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഫലം യജിദു മാഅൻ, ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല. ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിവളുഇൻ, അപ്പോൾ റസൂലുള്ളാഹിക്കുള്ള ഒരു തുള്ളി വെള്ളം, വുദൂ എടുക്കാനുള്ള വെള്ളം ആരോ എവിടുന്നോ കൊണ്ടുവന്നു. ഫവളഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു ഫി ദാലിക്കൽ ഇനായി, അപ്പോൾ ആ വെള്ളത്തിലേക്ക് റസൂലുള്ളാഹി കയ്യാൻ വെച്ചു. ഫഹീന ബസത യദഹു ഫീഹി ഫലമ്മ അസാബിഉ, കൈ അതിലിങ്ങനെ വെച്ചിട്ട് കൈ കൂട്ടി ഇങ്ങനെ എടുത്തു. ഫഅമറ നാസ, ജനങ്ങളോട് കൈ ഇങ്ങനെ കൂട്ടി റസൂലുള്ളാഹി. ഫഅമറ നാസ അൻ യതവല്ലഉ മിൻഹു, അതിന് വുദൂ എടുത്തോണ്ട് ഇങ്ങനെ പറഞ്ഞു. പാത്രത്തിൽ, മനസ്സിലായില്ല, ഒരു പാത്രത്തിൽ ലേശം വെള്ളം കൊണ്ടുവന്നു. റസൂലുള്ളാഹി അതിൽ കൈ വെച്ചു, എന്നിട്ട് അതിങ്ങനെയാണ് കൂട്ടിപ്പിടിച്ചു. ഇനി വുദൂ എടുത്തോണ്ട് നടന്നു. അപ്പോൾ പൈപ്പ് ഉണ്ടായില്ലേ, എന്തില്? പാത്രത്തിൽ. എന്താ പൈപ്പ്? റസൂലുള്ളാഹിന്റെ കൈ. ഫതവല്ലൗ, അതിൻ്റെ ജനങ്ങൾ വുദൂ എടുത്തു. മിൻഹു, ആ വെള്ളത്തിൽ നിന്ന്. ഫറഅയ്തുൽ മാഅ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കണ്ടു യംബഉ, വെള്ളം ഇങ്ങനെ ഉറവ പൊട്ടുക. മിൻ ബൈനി അസാബിഇഹി, ഇതിൻ്റെ അടിയിൽ നിന്ന് കൈ വിരലിൻ്റെ വിട്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങനെ. ഫതവല്ലൗ അൻ ആഖിരിഹിം, അവസാനത്തെ ആളും ആ പാത്രത്തിൽ നിന്ന് വുദൂ എടുത്തു. സൗറായിൽ വെച്ച സംഭവം. ഖാല ഖതാദ, ഇത് താബിഈങ്ങളിൽപ്പെട്ട ഖതാദ കേട്ടപ്പോൾ ഖതാദ അനസിനോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ് അനസ്, അനസാണ് ഇത് കണ്ട്, ഇത് അനുഭവിച്ചത്. അപ്പോൾ അനസിനോട് ചോദിച്ചു, കം കുന്തും, നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? കുന്ന, ഞങ്ങൾ സുഹാ സലാസിമ, ഞങ്ങൾ 300ഓളം ആളാണ്. എന്ത്? ഒരു പാത്രത്തിൽ നിന്ന് കൊടുത്ത്. ആ പാത്രത്തിൽ എന്തുണ്ട്? റസൂലുള്ളാഹിയുടെ കൈയുണ്ട്. അതാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിഡ്ഢികളായ നിരീശ്വരവാദികൾ ചോദിക്കാണ്, ഭൂമിയിൽ തന്നെ ഒന്നും കഴിയാത്ത പടച്ചോന് സ്വർഗത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇനി പടച്ചോൻ എന്താ വേണ്ടത്? എൻ്റെ വായിക്കൂരുള്ളൊരുത്തി ഇങ്ങനെ വെച്ചേര്. നീ പടച്ചോൻ്റെ മാർഗത്തിലാണെങ്കിൽ നിനക്ക് നടക്കാത്തൊരു കാര്യമില്ല. പിന്നെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് അവസാനത്തെ ജീവിതം എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കുന്ന വിഡ്ഢികളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ രക്തവും മാംസവും അതിനപ്പുറമൊന്നുമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സൃഷ്ടിയാണ്. ഈ വല്ലാത്ത സൃഷ്ടി ഈ ലോകത്ത് വെച്ച് തീർന്നു, ഇനി അവനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ മൗഢ്യം ഇനി വേറെയില്ല.
പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നില്ലേ? പരീക്ഷണം ഉണ്ടാവും. അതാണ് മനുഷ്യൻ സന്തോഷവും. ആ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇപ്പോൾ സാധാരണ നമുക്കൊക്കെ ഉള്ളൊരു അവസ്ഥയാണത്. ഉച്ചയാണോടുകൂടെ ചോദിക്കാൻ തുടങ്ങും, മെസ്സിലേക്ക് വിളിച്ചു ചോദിക്കും, അല്ല എന്ന് നോമ്പ് തുറക്കാൻ എന്താ? വീട്ടിൽ വിളിച്ചു ചോദിക്കും, എന്തൊക്കെ വെള്ളം ഉണ്ടാക്കി, എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ, എന്താ, എന്തൊക്കെ കഴിക്കാനും കുടിക്കാനും എന്തൊക്കെ ഉള്ളത്? ശരി, അങ്ങനെയൊക്കെ ചോദിക്കും. ഇപ്പം ചോദിക്കും, എന്തുകൊണ്ട്? ഉച്ചയാണോടുകൂടെ പെരുംചോദ്യം ചോദിക്കും, അല്ല ഇന്നിപ്പോൾ അവിടെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതോ ഇവിടുന്ന് കോളേജിൽ നിന്ന് തന്നെ നോമ്പുറക്കലാണോ നല്ല എൻ്റെ അവസ്ഥ? അപ്പോൾ അവരുണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്കത് മതിയാവൂലാന്ന് വരെ തോന്നും. എന്തുകൊണ്ട്? അതിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ക്ഷീണമാണ് കാരണം. നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് 2 കാരക്ക തിന്നാൽ നാളെ നേരം വെക്കണത് തിന്നണം തന്നെ തോന്നൂല. പിന്നെ ആരെങ്കിലും മൂട്ടിലോട്ട് കൊണ്ടിടക്കണം, എന്തെങ്കിലും വെള്ളം കുടിച്ചോളി, എന്തെങ്കിലും കഴിക്കി, ആ കഞ്ഞിരശം കുടിക്കും, പിന്നെ ആക്കാം. ഏതുവരെ ഇത് തോന്നാം? സുബൈൻ്റെ ബാങ്ക് കൊടുക്കണവരെ തിന്നാൻ തോന്നൂല. സുബൈൻ്റെ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് 7 മണിയാകുമ്പോൾ പിന്നെയും തോന്നും കുറച്ച് വെള്ളം കുടിക്കണേ. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? മനുഷ്യൻ ചിന്തിക്കണില്ല. മനുഷ്യൻ പരീക്ഷണങ്ങൾ എന്തിനാണ്? അതിനുശേഷം അവന് ലഭ്യമാവുന്ന നേട്ടത്തിൻ്റെ വലിപ്പം അവൻ അതുവഴി മനസ്സിലാക്കും. എന്നും തിന്നണോനും എന്നും കുടിക്കണോനും ജീവിതത്തിൽ നോമ്പില്ലാത്തവനും ഒരു പ്രയാസം അനുഭവിക്കാത്തവനും എന്ത്? ഇതെന്തിനാ അവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭൂമിയിൽ പരീക്ഷണങ്ങൾ തരുന്നത് അതിനുശേഷം അവൻ അനുഭവിക്കുന്നത് അത്രയും സന്തോഷമാകാൻ വേണ്ടിയാണ്. അതനുഭവിച്ചാൽ മനസ്സിലാവും. പിന്നെ എല്ലാത്തിനും നമ്മൾ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. പല ലോകത്ത് നടക്കുന്നത് ഈ ലോകത്ത് കാണിച്ചു തരാൻ കഴിയില്ല. നിരീശ്വരവാദിയുടെ വയറ് നിറക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ചീടിയോട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, അതിന് ഇമ്പാത്തിന് കഴിവുണ്ടാവില്ല. ചീടി സാധാരണ മണ്ണിൽ ഒഴിക്കണം, എന്നാൽ അതിലുള്ളത് മുഴുവനും പിറ്റേന്ന് നേരം വെക്കുമ്പോഴത്തിന് ഇങ്ങനെ തളിരെടുത്ത് അതിന് പൊങ്ങി വന്ന് 100 കണക്കിന് സസ്യങ്ങൾ മുളച്ചിട്ടുണ്ടാവും. പിറ്റേന്ന് നേരം വെക്കുമ്പോഴത്തിന് ചീടിയിൽ 1000 ലിറ്റർ വെള്ളം ദിവസം പറഞ്ഞിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? ഇതാണ് നിരീശ്വരവാദി. മനസ്സിലായില്ല? 2 സൈസ് മണ്ണുണ്ട്. ചീടിയാണ്. മനസ്സിലായോ? അതെ ചീടി, നമ്മൾ കിണറിൻ്റെ അടിയിൽ നിന്നൊക്കെ വെക്കുന്ന ചീടി, ആ ചുവര് പായ കാലത്ത് ചീടി കൊണ്ടൊക്കെയാണ് തേക്കുക. ചീടി, ഈ ചീടിയിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണത് എന്തിന്? വെള്ളം പോയി എന്നല്ലാതെ. ചീടിയിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷം അതിൽ എള്ളിൻ്റെ വിത്തോ നെല്ലിൻ്റെ വിത്തോ ഇട്ടിട്ട് കാര്യമുണ്ടോ? ആ എള്ളും പോയി നെല്ലും പോയി. അതേ സമയത്ത് സാധാരണ മണ്ണിൽ ഇതൊന്നും കൊണ്ടുവരണ്ട. അതിൽ ധാന്യത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞ വർഷകാലത്ത് എവിടെയോ വന്നിട്ട് ഒഴുകി വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി അതിന് വെള്ളം കിട്ടിയാൽ മതി. നനവാണ് കിട്ടിയ പിറ്റേന്ന് രാവിലെ അത് മുളക്കും. അതിന് 1 ലിറ്റർ പോലും വെള്ളം വേണ്ട, ഒരു നനവ് കിട്ടിയാൽ മുളക്കും. മറ്റേത് 1000 ലിറ്റർ വെള്ളം കിട്ടിയിട്ടും കാര്യമില്ല. എന്തുകൊണ്ട്? അത് ചീടിയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറൂല. ഇതന്നെ നിരീശ്വരവാദിക്ക് പടച്ചോൻ്റെ വലുപ്പത്തിലും പരലോകവും സ്വർഗവും മനസ്സിലാക്കാൻ കഴിയൂല. പറഞ്ഞിട്ട് കാര്യമില്ല. ചീടിയ. അതിനൊക്കെ ഉദാഹരണം ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. അതിനൊക്കെ ഉദാഹരണം ഈ ഭൂമിയിലുണ്ട്. മണ്ണെന്നാ പഠിച്ചത്. ചിലത് ഓനെ പഠിച്ച് ചീടിന്നിരിക്കും, കാര്യമില്ല. പലരുടെ കാര്യമില്ല. ഇപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സംഭവങ്ങൾ കാണാം. എന്ന് قال عبد الله بن مسعود رضي الله عنه بينما نحن عند رسول الله صلى الله عليه وسلم وليس معنا ماء فقال اطلب من كان معه فضل ما
فأوتي بماء فوضعه في إناء فوضع يده فيه فجعل الماء يجري. വേറൊരു യാത്രയിൽ വേറൊരു സംഭവത്തിൽ ഞങ്ങൾ നബിയോട് കൂടെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ. അപ്പൊ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയോട് പറഞ്ഞു ഒത്തുരുമ്പം മങ്കാനമാഹു ഫളുലുമായിൻ, ഒരു തുള്ളി വെള്ളം ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരി. ഫൗത്തിയബിമായിൻ, അപ്പൊ ലേശം വെള്ളം ആരോ കൊണ്ടുവന്നു. ഫവളഅഹു ഫീനായി, എന്നിട്ട് പാത്രത്തിലാക്കി. ഫവളഅദഹു ഫീഹി, റസൂലുള്ളാഹിന്റെ കയ്യിലാണ് മുക്കി. ഫജഅൽ മാഉ യജ്രി, പിന്നെ വെള്ളം ഒഴുക്കി കയ്യിൽ നിന്ന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു ഹയ്യ അല തുഹൂരിൽ മുബാറക്കി, ഏറ്റവും ശുദ്ധിയായ വെള്ളമാണ്, ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ്, അതിനുള്ളൂർത്തുള്ളി എന്ന്. ഹയ്യ അല തുഹൂരിൽ മുബാറക്കിൽ ബറക്കത്ത് മിൻ അൽ ബറക്കത്ത് മിൻ അല്ലാഹ് ഫതവല്ലൂ വശരിബൂ. എല്ലാവരും ഒതുവെടുത്തു. എല്ലാ എന്ത് ആ പാത്രത്തിലേക്ക് കൈ നബിയാണ് വെച്ചിട്ട് ഒതുവെടുത്തു പറഞ്ഞു. അവിടെ ഒതുവെടുത്തു എല്ലാവരും. നബി പറഞ്ഞു മിനൽ മാഇൽ മുബാറക്കി, ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ്. അൽ ബറക്കത്തു മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് വന്നൊരു ബറക്കത്ത് അതിലുണ്ട്, ഒതുവെടുത്തോളി. ഫതവല്ലൂ, എല്ലാവരും ഒതുവെടുത്തു. അത് റസൂലുള്ളാഹിന്റെ ആ കയ്യിൽ വെള്ളം കുടിക്കാൻ ഈ ദുനിയാവിൽ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. അള്ളാഹു പരലോകത്ത് ആ ഹൗദുൽ കൗസർ കുടിക്കാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. കുന്നാ നസ്മഉ തസ്ബീഹ തുആമി വഹുവ യൗകുലു, റസൂൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലെ ഉരുള തസ്ബീഹിലാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഉരുള തസ്ബീഹില്ല എന്ന്. فانطلقوا يسيرون فحضرت الصلاة فلم يجد القوم ماء فيتوضؤون به فقالوا يا رسول الله والله ما نجد ماء نتوضأ به. ورأى في وجوه أصحابه كراهية. فانطلق رجل من القوم فجاء بقدح فيه ماء يسير فأخذ رسول الله يتوضأ منه ثم مد أصابعه الأربع في القدح هلموا فتوضأ القوم حتى بلغوا ما يريدون. فسئل أنس كم بلغوا قال 70 أو 80. വേറെ സംഭവം മനസ്സിലായില്ല. ആദ്യം പറഞ്ഞ 300 വേറെ സംഭവം, ഇത് വേറെ സംഭവം. അതായത് ഞങ്ങൾ നബിയോട് കൂടെ യാത്ര പോയിരുന്നു. യാത്രയിലായിരുന്നു. നിസ്കരിത്തിന് നേരായി, ആരെയും വെള്ളമില്ല. ഫഖാലു യാ റസൂലല്ലാഹ്, അവർക്ക് റസൂലുള്ളാഹിനോട് പറഞ്ഞു വല്ലാഹി മാ നജിദു മാ നതവദ്ദഉ, വുളു എടുക്കാൻ പറ്റിയ വെള്ളം കിട്ടിയില്ല നബി. ഫറഅ ഫി വുജൂഹി അസ്ഹാബിഹി കറാഹിയ, റസൂൽ ചില സഹാബികളുടെ മുന്നിൽ വല്ലാത്തൊരു മുഖത്തിൽ വല്ലാത്ത വിഷമം അത് നബി കണ്ടു. ഫന്തലഖ റജുലുൻ മിനൽ ഖൗമി, അങ്ങനെ ആരോ ഒരാൾ പോയി. ഫജാഅ ബിഖദഹിൻ ഫീഹി മാഉ യസീറു, അങ്ങനെ എവിടെയോ പോയിട്ട് ഒരു പാത്രത്തിൽ ലേശം വെള്ളം കൊണ്ട് വന്നു. ഫഅഖദ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി വാങ്ങി. ഫതവല്ലാ മിൻഹു, അതിന് വുളു എടുത്തു. സുമ്മ മദ്ദ അസാബിഅഹു അർബഅ, 4 വെള്ളം അതിലേക്കാണ് കുത്തി. ഹലുമോത്ത് വന്നു, നിങ്ങൾ വുളു എടുത്തു. അങ്ങനെ എല്ലാവരും വുളു എടുത്തു, നിറച്ചു വുളു എടുത്തു എല്ലാവരും, പാത്രമൊക്കെ നിറച്ചു. ഫസുഇല അനസിന്, അപ്പ അനസിനെ വിളിച്ചു കമ്പലഹു, എത്ര ഉണ്ടായിരുന്നു ആളുകൾ? കാല 70 70 അല്ലെങ്കിൽ 80, അത്ര തന്നെ. 80 70 ആളുണ്ട്. 70 ആൾ 80 അത്ര, ഒരു 70 80 ആള് അങ്ങനെ നമ്മൾ പറയുന്നു. അങ്ങനെ പറഞ്ഞു അത്ര ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു സംഭവത്തിൽ 1500 സുബഹിയ എന്ന്. വേറെ സംഭവം قال زياد بن الحارث انه كان مع رسول الله صلى الله عليه وسلم, സുൽത്താന്റെ കൂടെയായിരുന്നു. هل معك من ماء فقلت لا شيء قليل لا يكفيك. റസൂൽ ഞങ്ങൾ യാത്ര പോവുക, ഒരു സ്ഥലത്തെത്തി നബി ചോദിച്ചു വലിയ വെള്ളമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു നബിയെ ഇല്ലല്ലോ. ഇല്ലാ ചെയ്യും കല്ല് കുറഞ്ഞ ലായക്ഫീക്ക്, അതൊന്നും ഇപ്പോൾ ഒരു തൊള്ളിലൊഴിക്കാനോ ഒന്നിനും ഇല്ലല്ലോ നബിയെ. ഫഖാല, അപ്പം റസൂൽ ഷാലുഫിനായി, എത്ര കുറച്ചാണെങ്കിൽ പാത്രത്തിൽ പാരി ഒത്തിരി ബിഹി അങ്ങോട്ട് വാ. ഫഅൽതു ഫവളഅ കഫഹു ഫിൽ മാഇ, അങ്ങനെ ഞാൻ ചെറിയ പാത്രത്തിൽ ആ ഒരു തുള്ളി വെള്ളം, ഒരു ലേശം വെള്ളമുണ്ട്, അങ്ങോട്ട് ഞാൻ ചെന്നു. അപ്പം റസൂലുള്ളാഹിക്ക് കൈ മുക്കി. ഫറഅയ്തുൽ മാഅ മിൻ ബൈനി ഇസ്ബഅൈനി മിൻ മസാബിഇഹി ഐനൻ തഫൂറു, ഒരു ഉറവങ്ങനെ പൊട്ടി വീഴുക 2 വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ കണ്ടു. ഫഖാല, അപ്പം റസൂലുള്ളാഹി പറഞ്ഞു നാദി ഫിയാ സഹാബിഹി മൻ കാന ലഹു ഹാജത്തുൻ ഫിൽ മാഇ, നട്ടുച്ച നേരങ്ങളാണ്, ആർക്കും വെള്ളം വേണമെങ്കിൽ വന്നോളി. ഇത് മിനറൽ വാട്ടറിൻ്റെ സൂപ്പർ മാർക്കറ്റല്ല, സുൽത്താൻ്റെ പേരിലാണ്.
ഫനാദത്തു ഫീഹിം. സിയാദ് ബിൻ ഹാരിസ് പറയാണ്, ഞാൻ പോയിട്ട് സ്വഹാബികളോട് വിളിച്ചു. ഫഅഖദ മൻ അറാദ മിന്നും, അതായത് വെള്ളം വേണ്ട ഒരു മുഴുവൻ പാഞ്ഞു വന്നോളി. കയ്യിലുള്ള പാത്രം കൊണ്ട് എല്ലാവരും പാഞ്ഞു വന്നു, എല്ലാവർക്കും വെള്ളം കിട്ടി. എന്താ സംഭവം? എൻ്റെ കയ്യിലുള്ള ഒരല്പം വെള്ളം ഒരു പാത്രത്തിലിട്ട് റസൂലുള്ളാഹി കൊടുത്തതാ. അതാണ് കൂടി എന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് അത്ശന്നാസ് യൗമൽ ഹുദൈബിയ, ഹുദൈബിയയിൽ ജനങ്ങൾ വിദാഹിച്ചു. വകാന അല്ലദീ ബൈന യദൈ റക്വത്തി യതവല്ലഉ മിന്നാ വജഹസന്നാസു നഹ്വഹു മലക്കും. ജനങ്ങളിങ്ങനെ ഓടിക്കളിച്ച് നബിയുടെ അടുത്തേക്ക് വന്നു. കാലു മലക്ക് എന്തെങ്കിലും കൊറ്റി, എന്താ എല്ലാം കൂടി പാഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്? കാലു പറഞ്ഞു, ലൈസേന്ദ്ര മാവുന്നത്തെ വന്നു ബി വല്ല മാവുൻ യശ്റബു, വെള്ളമൊന്നുമില്ല നബിയെ, വുളു എടുക്കാനും ഇല്ല കുടിക്കാനും ഇല്ല, വെള്ളം കൊണ്ട് ഇല്ല, കുഴങ്ങിയിട്ടുണ്ട്. അപ്പം റസൂലുള്ളാഹി ആ വുളു എടുക്കുന്ന പാത്രത്തിൽ വെള്ളം ഒന്ന് കൈമുക്കി. ഇപ്പം ജായൽ മാവ് യഫൂർ ഇമ്പനി അസാബി, ഇങ്ങനെ ഉറവ ഇങ്ങനെ അംസാരിൽ ഒയൂനി, വലിയ വലിയ ഉറവകൾ പോലെ കൈവിരലിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന വെള്ളം. അപ്പം ശരിപ്പിനാവത്തവല്ലാഹിന, ഞങ്ങൾ വുളു എടുത്തു, ഞങ്ങൾ വെള്ളം കുടിച്ചു നിറച്ചു. അപ്പോൾ ജാബിറിനോട് ഞങ്ങൾ ചോദിച്ചു, കം കുന്തും, നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു? കുന്നാമിയാത്ത അൽഫിൻ്റെ കഫാന, ഞങ്ങൾ 1,00,000 ഉണ്ടെങ്കിലും വെള്ളം മതിയായിരുന്നു. ആ ജാതി വരെ വന്ന് എന്ന്. ഇത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് സംഭവം. കുന്ന 15 ഞങ്ങൾ 1500 ആയിരുന്നു. പക്ഷെ ഞങ്ങൾ 1,00,000 ആളുകൾ ഉണ്ടെങ്കിലും പറയാം വെള്ളം വന്നിരുന്നു, വെള്ളം ആ ജാതി വരെ വന്നത്. يا الله يا الله. كنا يوم الحديبية 14 والحديبية بئر فنزهنا فلم نترك فيها قطرة ماء فبلغ رسول الله صلى الله عليه وسلم فأتاها فجلس على شفيرها ثم ردها ثم دعا بإناء من ماء فمضمض وبخ في البئر ثم استقينا. ഞങ്ങൾ ഹുദൈബിയയിൽ ഞങ്ങൾ പാർക്കുന്ന കാലത്ത് ഹുദൈബിയയിൽ ഒരു പഴയ കിണറുണ്ടായിരുന്നു. ആ കിണർ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, ആ കിണറിലെ പഴയ വെള്ളമൊക്കെ ഞങ്ങളൊന്ന് വറ്റിച്ചു, തേവി. നമ്മൾ തേവി എടുക്കാനറിയില്ല, കിണറൊക്കെ ഒന്ന് തേവി, ഉള്ള വെള്ളമൊക്കെ വറ്റി. ഹുദൈബിയയിൽ കിണറുണ്ട്, ഇപ്പോഴും ജനങ്ങൾ ആ കിണറിന് വെള്ളം കൊണ്ടല്ലുണ്ട്. ഞാൻ കുടിച്ചിട്ടുണ്ട്, എൻ്റെ പേരിലുണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്, എൻ്റെ പേരിലുണ്ട്. ഹുദൈബിയയിലെ കിണറ്റിലെ വെള്ളം ഞങ്ങൾ തേവി എന്ത് ചെയ്തു, ഞങ്ങളത് വറ്റിച്ചു. അതായത് ആ പഴയ വെള്ളമൊക്കെ പറ്റ ഞങ്ങളത് പോക്കി. എന്നിട്ട് ഞങ്ങൾ നബിയുടെ അടുത്ത് പോയി പറഞ്ഞു, നബിയെ ആ പൊട്ടക്കിണർ ഞങ്ങൾ തേവി വൃത്തിയാക്കിയിട്ടുണ്ട്, ഇപ്പോൾ ഒരു വെള്ളം വേണം. വേനൽക്കാലം, മരുഭൂമി, ഉള്ള വെള്ളം കൂടി എന്തായി, പഴയ വെള്ളമാണ് എന്നാണ് ഞങ്ങൾ തേവി കളഞ്ഞു. ഇനി നബിയെ വെള്ളം വേണം. അപ്പോൾ ഞങ്ങൾ നബിനോട് പോയി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി വന്നു. അപ്പോൾ ജലസ നബി ഇരുന്നു, അല്ല ഷഫീരിഹ, ആ കിണറിൻ്റെ വക്കത്ത് പോയിരുന്നു. സുമദാബിനാബിമാൻ, റസൂലുള്ളാഹി വെള്ളം കുറച്ച് വെള്ളം കൊണ്ടിരുന്നു. ആരോ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ഫമല്ല, അത് വെള്ളത്തിൽ വായിലാക്കി കൊപ്പിച്ചു. ഫാഫിൽ, ആ കിണറ്റിലേക്ക് തുപ്പി. വെള്ളം വന്നു, നിർത്തോളം. പിന്നെ വെള്ളം നിറഞ്ഞു, നല്ല നിറഞ്ഞ കിണർ. പിന്നെ എടുക്കനെ വെള്ളം. ഈ കിണറിന് എൻ്റെ പേരുണ്ടായിട്ടുള്ളൂ. എന്തുണ്ടായത്? റസൂലുള്ളാഹി വായിൽ വെള്ളാക്കിയിട്ട് കൊപ്പിളിച്ചു. വെള്ളം വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂൽ. എന്ന് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, വയഹ്തമിലു അൻ യകൂന അൽ-മാഉ മൻഫജറ മിൻ അസ്വാബിഇഹി വയദിഹി ഫി റക്വ വതവല്ലഉ കുല്ലുഹും വശരിബു അമറ ഹീനഇദിൻ ബിസബ്ബി അൽ-മാഇ അല്ലദി ബഖിയ ഫി റക്വ ഫി അൽ-ബിഇരി ഫതകാസറ അൽ-മാഉ ഫിഹാ. ഈ സംഭവം എന്തായിരിക്കാം? ഈ സംഭവം ഹുദൈബിയയിൽ വന്ന ദിവസം വെള്ളമില്ലാതെയായി. അപ്പം റസൂലുള്ളാഹി കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? കൈ പാത്രത്തിൽ മുക്കിയിട്ട് എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു. പിന്നെ അവിടെ ഉള്ള കിണർ തേവി വൃത്തിയാക്കി.
എന്നിട്ട് നബിയോട് പോയി പറഞ്ഞു. അപ്പം റസൂലുള്ളാഹി വന്നു. നേരത്തെ വെള്ളം കയ്യിൽ നിന്ന് പൊട്ടിയ വെള്ളമല്ലേ, ആ വെള്ളം ഇവിടെ കുറച്ച് ബാക്കിയുണ്ട്. അത് റസൂലുള്ളാഹി എന്ത് ചെയ്തു, ഒന്ന് കുപ്പിളിച്ച് ഒഴിച്ചു. പിന്നെ വേറെ വെള്ളത്തിന് ആവശ്യം ഹുദൈബിയയിൽ വന്നിട്ടില്ല. ഈ കിണർ ഫുള്ളാ. 1500 ആളുകൾക്ക് എല്ലാ ദിവസവും കുളിക്കാനും കുടിക്കാനും നനക്കാനും ഒക്കെ ഇതിന് വെള്ളം കിട്ടി. ഇതിൻ്റെ കാരണം എന്താ? റസൂലുള്ളാഹിൽ കുപ്പിളിച്ചു. ആ വെള്ളത്തിൻ്റെ കാരണം എന്താ? അത് റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് റോട്ടി വന്നു. ആദ്യം വന്ന ദിവസം അങ്ങനെ ഉണ്ടായി, പിന്നെ അങ്ങനെ ഉണ്ടായി. പിന്നെ ആ കിണർ തന്നെ ഇന്നും ആ കിണറുണ്ട് ഹുദൈബിയയിൽ. ആളുകൾ വെള്ളം കൊണ്ടുവരാറുണ്ട്. എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഞാൻ മക്കത്തുനിന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ പരിയിൽ ബാക്കിയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുന്നല്ലേ ഹുദൈബിയ. എന്നാൽ വെള്ളം കിട്ടുമല്ലോ അൽഹംദുലില്ലാഹ്. എന്താ ഈ കൊല്ലത്തെ അനുഭവം പറയും. ഇപ്പോൾ വെള്ളം കിട്ടുന്നുണ്ട്. അവിടെ പൈപ്പാണ് വെച്ചോട്ട് വെള്ളം കിട്ടും. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇനി അധികം വിശദീകരിക്കുന്നില്ല. എത്ര സംഭവമാണ്, കയ്യും കണക്കും ഇല്ല. ഇത്രയാണ് സംഭവം, കയ്യും കണക്കും ഇല്ല. മുസ്തഫ നബി നമ്മളെ ഒന്ന് പരിഗണിച്ചാൽ ഐനുക്കിമിയ, അത് തന്നെയാണ് രസതന്ത്രം. കിമിയ രസതന്ത്രം, അതന്നെയാണ് രസതന്ത്രം. യഥാർത്ഥ രസതന്ത്രം അതാണ്. രസതന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അതിനേക്കാൾ വിലയുള്ള മറ്റൊന്നാക്കി ഉയർത്തുക. ഇതിനാണ് ആൽക്കമി എന്ന് പറയുക. ഇരുമ്പിനെ സ്വർണ്ണാക്കുക, ഇതാണ് ആൽക്കമി. നബി നമ്മളിന്ന് പരിഗണിക്കലാണ് ഇസ്ലാം മതത്തിലെ ആൽക്കമി. അതായത് പിന്നെ എന്തും ആവും. ഫാസിക്ക് സ്വാലിഹാവും, സ്വാലിഹ് വലിയാവും. വെള്ളമില്ലാത്തടത്ത് വെള്ളം ഉണ്ടാവും, ഭക്ഷണം ഇല്ലാത്തടത്ത് ഭക്ഷണം ഉണ്ടാവും. ഇതേ ജാബിറിൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി വന്നു. എന്നിട്ട് ആ 1000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. റസൂലുള്ളാഹിയും കൂടെ വരുന്ന ഒരാൾക്കും ഉണ്ടാക്കിയ ഭക്ഷണം. അതാണ് 1500 ആളുകൾ തിന്നിട്ട് പിന്നെയും ജാബിറിൻ്റെ വീട്ടിൽ ഭക്ഷണം ബാക്കിയായി. പിന്നെ അവർക്ക് ദിവസങ്ങളോളം ഭക്ഷണം വേണ്ടി വന്നില്ല. കാരണം ഇവിടെ ഭക്ഷണമുണ്ട്. അങ്ങനുണ്ട്. അതെന്നാണ് പറഞ്ഞത്. ശുദ്ധവെള്ളമായില്ലേ ഉപ്പുവെള്ളം താഴ്വത, പിന്നത് ശുദ്ധവെള്ളമായി നിലനിൽക്കുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഉപ്പുവെള്ളമായ ഒരു വീട്ടുകാരൻ റസൂലുള്ളാഹിന്റെ ഉപ്പുവെള്ളമാണ്. റസൂലുള്ളാഹിനോട് എടുത്ത് വന്നു. അപ്പം റസൂലുള്ളാഹി എന്തോ കൊടുത്തു. അത് കിണറ്റിൽ കൊണ്ടുപോയിട്ടാളി നടന്നു. ആ കിണറ്റിൽ കൊണ്ടുപോയിട്ടു ശുദ്ധവെള്ളമായി. പിന്നൊന്നും ഉണ്ടായില്ല. താഴ്വത ഇന്നും അതങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ ഉപ്പുവെള്ളം ഇന്നുണ്ട്. അതിപ്പോഴും എന്താണ്? ശുദ്ധവെള്ളമാണ്. പിന്നെ വളരെ ബുദ്ധിമുട്ടിച്ച ഒട്ടകം. കൃഷിക്ക് മറ്റും ഉപയോഗിക്കുന്ന ഒട്ടകത്തിന് ഒട്ടകം പിന്നെ മൂട്ടാട്ടും. പുറത്തൊരാളെ കയറാൻ വയ്ക്കൂല. പല പണിയെടുപ്പിക്കേണ്ട ഒട്ടകം ഒന്നിനും പറ്റൂല. ഒട്ടകം അങ്ങനെ തട്ടും. ചില തട്ട് കെട്ടിയ മനുഷ്യൻ മരിച്ചു ഒട്ടകത്തിന്. അങ്ങനെ പേവിഷം പിടിപെട്ടതുപോലെയാണ് ഇങ്ങനെ ഒട്ടകം ആകെ പായ അടുത്ത് വരുന്നവരെ തട്ടുക. ഒരു തുള്ളി പാല് കറക്കാൻ സമ്മതിക്കാതിരിക്കുക, പുറത്താരും കയറാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തിയ ഒട്ടകത്തിനെ പറ്റി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നപ്പോൾ എത്രയോ സംഭവങ്ങളുണ്ട്. ആ സംഭവം ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി വന്നു. റസൂലുള്ളാഹി വന്നിട്ട് അപ്പോൾ തോട്ടത്തിലുണ്ട് ഒട്ടകം. അങ്ങനെ 4 പാട് ഓടുക. വരുന്നവന് പേ പിടിച്ച ഒട്ടകത്തിനെ പോലെ പായ, പേപ്പട്ടി പോലെ പായ. അപ്പോൾ റസൂലുള്ളാഹി വന്നു. റസൂലുള്ളാഹി വന്നാണ്ട് എന്ത് ചെയ്തു? ആ ഒട്ടകത്തിനെ കയറ് പിടിച്ചു, മുക്കയറ് കെട്ടി ഉടമസ്ഥനെ കൈ കൊടുത്തു. ഇനി ഉണ്ടാവില്ല, ചുവടിക്കണ്ടാവും. പിന്നെ ഉണ്ടായില്ല. ഒരു പൂച്ചക്കുട്ടി നിൽക്കണമാതിരി നിന്നോടത്ത് ഒട്ടകം റസൂലുള്ളാഹിന് മുന്നിൽ. റസൂലുള്ളാഹി തോട്ടത്തിലേക്ക് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, നബി ഞങ്ങളെന്തിനു കാട്ടും, ഞങ്ങൾക്ക് പേടി, ഞങ്ങളെ ഭാഗത്ത് പോകണ്ട. അപ്പോൾ പറഞ്ഞു, ഇന്നൊന്നും കാട്ടൂല, നിങ്ങൾ വിചാരണ്ട. അവിടെ പോയി സ്വലാസനം
ഒട്ടകത്തിനെ കയറ് പിടിച്ച് മൂക്കയർ കെട്ടി ഉടമസ്ഥനുണ്ട്, നീ നല്ലോണം പോറ്റിക്കോ, അപ്പോൾ ആവശ്യത്തിന് പുല്ലും മറ്റും കൊടുത്തോ, അതിനെ ബുദ്ധിമുട്ടിക്കരുത്, പണിയെടുത്തോ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു കുഴപ്പമുണ്ടായതില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. മനസ്സിലായില്ലേ? അതാണ് ആ ഒട്ടകണ്ട് അണ്ട് ഒതുങ്ങിയ ഒട്ടകം. കാരണം സ്വയബൻ അത് വല്ലാതെ മനുഷ്യനെ അടങ്ങിയറാക്കിയ ഒട്ടകയിരുന്നു. അത് ഒരുപാട് സംഭവം നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോണില്ല.